മലയാറ്റൂർ ഇല്ലിത്തോട്ടിൽ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. പ്രദേശത്ത് താമസിക്കുന്ന ശശി എന്നയാളുടെ വീടാണ് തകർത്തത്. തിങ്കളാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. മരത്തിന്റെ വീട്ടിലായിരുന്നു നിന്നത്. ആ മരത്തിന്റെ അവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് നടന്നു പോവുകയില്ലേ. അവിടെ ഒരു ഗുണ്ട് പൊട്ടിച്ചു. ഗുണ്ട് പൊട്ടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഞാൻ പൊക്കോടാന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അവിടെ ഗുണ്ട് പൊട്ടിച്ചപ്പോ ഏതാണ് എന്താണെന്ന് അറിയില്ല. ഇത് വാല് ചുരുട്ടി പിടിക്കണുണ്ട്. ഇതേ അവിടെ വെച്ച് ഞങ്ങൾ വാഴയുടെ ഇത് എടുക്കണേ. ഞങ്ങള് ഇതിന് ഓടി വന്നു. ഇത് വികലാംഗയാണ്. അപ്പൊ ഇതിന് ഓടിച്ച് അകത്ത് കയറ്റി ഞാൻ അകത്ത് കയറുന്നതും 10 സെക്കൻഡ് കൊണ്ട് വന്നിട്ട് ഒരു അലർച്ച ഒരു വിളിയും കഴിഞ്ഞിട്ട് ഇതൊന്ന് തള്ളി കഴിഞ്ഞിട്ട് ഒന്നോടെ അങ്ങോട്ട് തള്ളി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ കത്ല വന്ന് എൻ്റെ കാലയിലേക്ക് വീണു. അത് ഞാനിങ്ങനെ തള്ളി പിടിച്ചിട്ട് ഇതിനെ മാറ്റി. ആ മരം വന്ന് ഇവിടെ ഇതിപ്പോ നീർക്കെട്ടാണിത്. അത് ഇനിയിപ്പോ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോ രാത്രി ഇത് സമ്മതിക്കാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ പശുവിന്റെ ജീവനാണ് ഇതിന്. അപ്പൊ അത് കാരണം രാത്രി തന്നെ പോരാന്നും പറഞ്ഞ് പോകുന്നതാണ്. വീടിന്റെ ഭിത്തി ദേഹത്ത് വീണ് ശശിയുടെ ഭാര്യ വിജയ്ക്ക് പരിക്കേറ്റു. പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വാർഡ് മെമ്പർ ലൈജിയും ചേർന്നാണ് വിജയെ ആശുപത്രിയിൽ എത്തിച്ചത്. നാട്ടുകാരും വനംവകുപ്പും ആനക്കൂട്ടത്തെ വനത്തിലേക്ക് കയറ്റിവിട്ടു. ഈ പ്രദേശത്ത് കാട്ടാനകളുടെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. പലതവണ ആനക്കൂട്ടം ഇവിടങ്ങളിൽ നാശനഷ്ടം വരുത്തിയിട്ടുണ്ട്. മലയാറ്റൂർ ഇല്ലിത്തോട് ഭാഗത്ത് വാട്ടർ ടാങ്കിനോട് ജലമാസ കേന്ദ്രമാണ് ഇവിടെ നിന്ന് രാത്രി 11 ഒരു കൂട്ടം ആന വരികയും ഒരു ആന തിരിഞ്ഞു വന്ന് ഈ ഭവനം ആക്രമിക്കുകയാണ് ചെയ്തത്. ഇവർ വികലാംഗിയായ ഒരു സ്ത്രീയും ഒപ്പം തന്നെ ഭർത്താവും ഉള്ളത്. ഇവര് ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടാണ്. ആനയുടെ വലിയ ആക്രമണമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഫെൻസിങ്ങുടെയും ചുറ്റുമുടികളൊക്കെ ഉണ്ട്. ജനവാസ മേഖലയാണ്. ഇവിടെ രാത്രി ആനയുടെ ശക്തമായ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇതിനെതിരെ ഫെൻസിങ് ഇടുക എന്നുൾപ്പെടെയാണ് ഇവർ ആവശ്യപ്പെട്ടത്. ക്ഷീര കർഷകരാണ് ഞങ്ങൾ. ഇതുകൊണ്ടാണ് ഞങ്ങളുടെ ഉപജീവന മാർഗം. ഇത് മാത്രമാണ് ഞങ്ങൾക്കുള്ളൂ. എനിക്ക് 60 വയസ്സായി. ഇതിന് 48 വയസ്സായി. ഇതാണെങ്കിൽ KWF-ന്റെ ഇതാണ്, അതായത് വികലാംഗ ഇതിന്റെ ഇതാണ്. അപ്പൊ ഇതിനെ സംരക്ഷിച്ച് ഞങ്ങൾ കൊണ്ടു നടക്കണം. ഞങ്ങൾക്ക് ഉള്ളത് ഈ മൃഗങ്ങളാണ്, ഈ പശുക്കളാണ്. ആ പശുക്കളെയും കൊണ്ട് ഞങ്ങൾ വെക്കുക. അതുകൊണ്ട് അതിന്റെ സംരക്ഷണം കൊണ്ടാണ് ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാതെ നിന്നതിന്റെ ഉദ്ദേശം. ക്ലിയർ വിഷനിലൂടെ ഇനി മോഡം ഫ്രീ കണക്ഷനുമായി കെ-ഫോൺ ലഭിക്കും. ജൂലൈ 1 മുതൽ ക്ലിയർ വിഷൻ ബ്രോഡ്ബാൻഡിൽ നിന്നും യാതൊരുവിധ ഇൻസ്റ്റലേഷൻ ചാർജുമില്ലാതെ മോഡം ഫ്രീയായി ഇന്റർനെറ്റ് കണക്ഷനുകൾ നൽകുന്നതാണ്. നിരവധി ആകർഷകമായ പ്ലാനുകളാണ് കെ-ഫോണിനുള്ളത്. കണക്ഷൻ ആവശ്യമുള്ളവർക്ക് ക്ലിയർ വിഷനിൽ ഫോട്ടോയും ആധാർ കാർഡിന്റെ കോപ്പിയുമായി വന്ന് ബുക്ക് ചെയ്യാവുന്നതാണ്.